ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ക്യാൻവാസ് പേപ്പർ ഉപയോഗിച്ച് നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. ക്യാൻവാസ് പേപ്പറിൻ്റെ ഒരു സൈഡിൽ ഇതുപോലെ ഒരു ഗ്ലേസിങ് വരുന്നുണ്ട്. ആ വശമാണ് നമ്മൾ തുണിയിലേക്ക് ചേർത്ത് വെച്ച് അയൺ ചെയ്തെടുക്കുന്നത്. ഇവിടെ ക്യാൻവാസ് പേപ്പറിൽ ഇനി നെക്ക് വിഡ്ത്തും നെക്ക് ലെങ്തും ഒക്കെ മാർക്ക് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് ക്യാൻവാസ് പേപ്പർ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. അതിനുശേഷം മുകളിൽ ലെവലാക്കി ഒരു ലൈൻ വരച്ചെടുക്കുവാണ്. ഇനി നമുക്ക് നെക്ക് വിഡ്ത്തും നെക്ക് ലെങ്തും ഒക്കെ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇവിടെ ഫുൾ നെക്ക് വിഡ്ത്ത് വന്നിട്ട് 6 ഇഞ്ചാണ് വരുന്നത്. അതിൻ്റെ പകുതി 3 ഇഞ്ചാണ് നമ്മളിവിടെ മടക്കി ഇട്ടേക്കുന്നതുകൊണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ നെക്ക് വിഡ്ത്ത് ഫുൾ നെക്ക് വിഡ്ത്ത് എത്രയാണോ അതിൻ്റെ പകുതിയാണ് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി നെക്ക് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം. നെക്ക് ലെങ്ത് 6 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ നമ്മൾ ഒരു 1/2 ഇഞ്ചും കൂടെ ആഡ് ചെയ്ത് വേണം നെക്ക് ലെങ്ത് ക്യാൻവാസ് പേപ്പറിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇവിടെ 6 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1/2 ഇഞ്ചും കൂടെ ആഡ് ചെയ്ത് 6.5 ഇഞ്ച് നമ്മൾ ആ ലൈനിൽ നിന്നും താഴേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. ഇനി അവിടെയും നിന്നും നീക്കി നമ്മൾ നെക്ക് വിഡ്ത്ത് 3 ഇഞ്ച് ഒന്നുകൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. അവിടെയും നമ്മൾ നെക്ക് ലെങ്ത് 6.5 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് അവിടെ ഒരു ബോക്സ് പോലെ ഒന്ന് വരച്ചെടുക്കുവാണ്. നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ എക്സ്ട്രാ ഒന്നും ആഡ് ചെയ്യേണ്ട. കറക്റ്റ് എത്രയാണ് നെക്ക് വിഡ്ത്ത് ഫുൾ നെക്ക് വിഡ്ത്ത് അതിൻ്റെ പകുതി മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നാൽ നെക്ക് ലെങ്ത് മാർക്ക് ചെയ്യുമ്പോൾ 1/2 ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്ത് വേണം ക്യാൻവാസ് പേപ്പറിലേക്ക് മാർക്ക് ചെയ്യാനായിട്ട്. ഇനി ഞാനിവിടെ ഒന്ന് മുട്ടുസൂചി കുത്തി കൊടുക്കുവാണ്. കാരണം മാർക്ക് ചെയ്യുമ്പോൾ തെന്നി നീങ്ങാതിരിക്കാൻ, കട്ട് ചെയ്യുമ്പോഴത്തേക്ക് തെന്നി നീങ്ങാതിരിക്കാൻ വേണ്ടി ആണ് മുട്ടുസൂചി ഒന്ന് പിൻ ചെയ്തെടുക്കുന്നത്. ഇവിടെ ഞാനൊരു 1.5 ഇഞ്ച് മുകളിലേക്കൊന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ആ മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് ചരിച്ച് ആ നെക്കിൻ്റെ ആ മടക്ക് വശത്തേക്ക് ഇതുപോലെ ഒരു ഷേപ്പ് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ ക്യാൻവാസ് പേപ്പറിൽ ഏത് നെക്ക് വേണമെങ്കിലും അടയാളപ്പെടുത്തി കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ചുറ്റിനും 1 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്തെടുക്കുവാണ്. നമ്മളിപ്പോൾ മാർക്ക് ചെയ്ത നെക്കിൻ്റെ ചുറ്റിനും 1 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്തെടുക്കുവാണ്. നമ്മളിവിടെ ഈ നെക്ക് മാർക്ക് ചെയ്തതിൻ്റെ ചുറ്റുമാണ് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്, അല്ലാതെ ആദ്യം ബോക്സ് വരച്ചതിൻ്റെ ചുറ്റിനുമല്ല. ഇനി നമ്മൾ ആ മാർക്ക് ചെയ്ത പോയിന്റ് എല്ലാം കൂടെ യോജിപ്പിച്ച് അവിടെയും വരച്ചെടുക്കുവാണ്. ഇതുപോലെ പുറമെ 1 ഇഞ്ച് ഒരു ബോക്സ് പോലെ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ആ പുറമെ രണ്ടാമത് വരച്ച ലൈനിലൂടെയാണ് നമ്മൾ ആദ്യം കട്ട് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ കറക്റ്റായിട്ട് നമ്മൾ മാർക്ക് ചെയ്തതിലൂടെ പുറമേ വരച്ചല്ലേ രണ്ടാമത് അതിലൂടെ കട്ട് ചെയ്തെടുക്കുവാണ്. ഈ മുകളിൽ നമ്മൾ ലെവലാക്കി വരച്ച് ആ ലൈനിലൂടെ കട്ട് ചെയ്തെടുക്കുവാണ്. അതിനുശേഷം നമ്മൾ ആദ്യം വരച്ചത് കട്ട് ചെയ്തെടുക്കണം. ഇവിടെ നമ്മളൊരു ബ്രിഡ്ജ് പോലെ ഒന്ന് 1/2 ഇഞ്ചൊന്നും ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുവാണ്. അതിനുശേഷം നമ്മൾ ആദ്യം മാർക്ക് ചെയ്ത് ആ നെക്ക് മാർക്ക് ചെയ്തില്ല അതിലൂടെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. ഞാൻ പറയുന്നതിനും നല്ലത് നിങ്ങൾ വീഡിയോ കാണുമ്പോൾ മനസ്സിലാകും. നമ്മൾ മുകളിൽ 1/2 ഇഞ്ച് ഇതുപോലെ നിർത്തിയിട്ടുണ്ട്. അതിന് കാരണം നമ്മൾ നെക്ക് വിട്ട് മാറാതിരിക്കാൻ വേണ്ടി നമ്മൾ തുണിയിലേക്ക് അയൺ ചെയ്തെടുക്കുമ്പോഴേ കറക്റ്റ് ആ നെക്ക് വിട്ട് 6 ഇഞ്ച് തന്നെ കിട്ടാനായിട്ടാണ് നമ്മൾ മുകളിലായിട്ട് 1/2 ഇഞ്ച് വിട്ടിട്ടുള്ളത്. ഇനി നമ്മളിവിടെ ലൈനിങ് മിച്ചം വന്ന ലൈനിങ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ജോയിൻ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തേക്കുവാണ് ഇവിടെ. ഇനി ആദ്യം നമുക്ക് ഇവിടെ ഒന്ന് അയൺ ചെയ്ത് കൊടുക്കണം. ആ ജോയിൻ്റ് വരുന്നിടത്ത് നമ്മൾ ഇതുപോലെ ഒന്ന് അയൺ ചെയ്തെടുക്കുവാണ്.
അതിനുശേഷം അതിൻ്റെ സെൻറ്റർ ഭാഗത്തേക്ക് കറക്റ്റ് ക്യാൻവാസ് പേപ്പറിൻ്റെ നമ്മളിപ്പോൾ കട്ട് ചെയ്തതിൻ്റെ സെൻറ്റർ ഭാഗം വരുന്ന രീതിയിൽ വെച്ച് കൊടുത്ത് ഇത് കൂട്ടൊന്ന് അയൺ ചെയ്തെടുക്കുക. ആ ഗ്ലേസിംഗ് ഉള്ള ഭാഗം ക്ലോത്തിനോട് ചേർന്ന് വരുന്ന രീതിയിൽ വേണം നമ്മൾ അയൺ ചെയ്തെടുക്കാനായിട്ട്. നമ്മളിവിടെ മുകളിലായിട്ട് 1/2 ഇഞ്ച് നമ്മൾ കട്ട് ചെയ്തില്ലല്ലോ, അത് ഇതുപോലെ നെക്ക് വിഡ്ത്തിൽ വ്യത്യാസം വരാതിരിക്കാനായിട്ട് കറക്റ്റ് നമ്മൾ കിട്ടാൻ വേണ്ടിയാണ് ഇതുപോലെ നിർത്തിയിട്ടുള്ളത്. അങ്ങനെ നമ്മളിവിടെ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചുറ്റിനും 1/2 ഇഞ്ച് നിർത്തിയതിന് ശേഷം ബാലൻസ് കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. നമുക്ക് ഏത് ഷേപ്പിലുള്ള നെക്കും ക്യാൻവാസ് പേപ്പറിൽ മാർക്ക് ചെയ്ത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. ബിഗിനേഴ്സിന് പോലും വളരെ എളുപ്പത്തിൽ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. നെക്ക് വിഡ്ത്ത് നമ്മൾ കറക്റ്റ് എത്രയാണോ അതിൻ്റെ പകുതിയാണ് ക്യാൻവാസ് പേപ്പർ രണ്ടായിട്ട് മടക്കി ഇട്ടതിന് ശേഷം മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. നെക്കിൻ്റെ ലെങ്ത് മാത്രം 1/2 ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കണം. ഷോൾഡർ സ്റ്റിച്ച് ചെയ്യുമ്പോൾ 1/2 ഇഞ്ച് കുറയും, അതുകൊണ്ടാണ് നമ്മൾ 1/2 ഇഞ്ച് ആഡ് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ നന്നായിട്ട് ഒട്ടിയില്ലായിരുന്നു, അത് ഞാൻ ഒന്നുകൂടെ ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുവാണ്. നമ്മൾ ചൂട് കുറച്ചിട്ട് വേണം അയൺ ചെയ്യാനായിട്ട്, കാരണം അല്ലെങ്കിൽ പെട്ടെന്ന് ക്യാൻവാസ് പേപ്പർ ഉരുകി പോകാനുള്ള ചാൻസ് ഉണ്ട്. ഏറ്റവും കുറച്ചിട്ട് വേണം അയൺ ചെയ്യാനായിട്ട്. ഇനി നമ്മളിവിടെ മുകളിൽ ലെവലാക്കി ആ ക്യാൻവാസ് പേപ്പറിൻ്റെ അതേ ലെവലിൽ തന്നെ കട്ട് ചെയ്ത് മാറ്റണം. എന്നാൽ ബാലൻസ് ഉള്ള 3 സൈഡിൽ 1/2 ഇഞ്ച് എക്സ്ട്രാ നിർത്തി വേണം നമ്മൾ ക്ലോത്ത് കട്ട് ചെയ്ത് മാറ്റാനായിട്ട്. ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെല്ലാം എടുത്തിട്ടുണ്ട്. ഇനി 3 സൈഡിൽ നമ്മൾ 1/2 ഇഞ്ച് നിർത്തിയത് ഇതുപോലെ ആ ക്യാൻവാസ് പേപ്പറിലേക്കൊന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ചിട്ടെടുക്കണം, ഈ 3 സൈഡും. അങ്ങനെ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? ഇതുപോലെ ആ എക്സ്ട്രാ നിൽക്കുന്ന ക്ലോത്ത് നമ്മൾ ആ ക്യാൻവാസ് പേപ്പറിലേക്ക് തന്നെ ഒന്ന് ഫോൾഡ് ചെയ്ത് 3 സൈഡും സ്റ്റിച്ചിട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പീസ് മെയിൻ ക്ലോത്തിലേക്കൊക്കെ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഞാനിവിടെ മെയിൻ ക്ലോത്ത് എല്ലാം കട്ട് ചെയ്ത് വെച്ചേക്കുവാണ്. നമ്മുടെ ചാനലിൽ ചുരിദാറിൻ്റെ കട്ടിങ് സ്റ്റിച്ചിങ് എല്ലാം ഡീറ്റെയിൽഡ് വീഡിയോ ഉണ്ട്. ഇതിൽ ഞാൻ ക്യാൻവാസ് പേപ്പർ ഉപയോഗിച്ച് നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് മാത്രമാണ് കാണിക്കുന്നത്. ഇവിടെ നെക്കിൻ്റെ ഭാഗത്ത് ഇതുപോലെ ഒരു വർക്ക് വരുന്നുണ്ട്. ആദ്യം നമുക്ക് ലൈനിങ് ക്ലോത്ത് ഒന്ന് നിവർത്തിയിട്ടെടുക്കാം. കറക്റ്റായിട്ട് ലൈനിങ് ക്ലോത്ത് ഒന്ന് നിവർത്തിയിട്ടെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് മെയിൻ ക്ലോത്ത് ഇട്ട് കൊടുക്കണം. മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശം ഇപ്പം മുകളിലാവുന്ന രീതിയിലാണ് നമ്മൾ ഇട്ട് കൊടുത്തേക്കുന്നത്. ഇവിടെ നമുക്ക് ലൈനിങ് ക്ലോത്തിൻ്റെയും മെയിൻ ക്ലോത്തിൻ്റെ ഒന്ന് സെൻറ്റർ ഒരു നോച്ച് ഇട്ട് കൊടുക്കണം. നെക്ക് നമുക്ക് വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്യുമ്പം സെൻറ്റർ ഭാഗം കറക്റ്റ് മാർക്ക് ചെയ്തതിന് ശേഷം സെൻറ്ററിൽ തന്നെ വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണമല്ലോ. മെയിൻ ക്ലോത്തിൻ്റെയും സെൻറ്റർ ഭാഗത്തൊരു കട്ടിങ് ഇട്ട് കൊടുക്കുവാണ്. ലൈനിങ് ക്ലോത്തിൻ്റെയും മെയിൻ ക്ലോത്തിൻ്റെയും കറക്റ്റ് ആ സെൻറ്റർ നമ്മൾ കട്ട് ചെയ്ത് ഒരുപോലെ വരുന്ന രീതിയിൽ ഇട്ടെടുക്കുവാണ്. ഇപ്പോൾ ലൈനിങ് ക്ലോത്തിൻ്റെ മുകളിലേക്ക് മെയിൻ ക്ലോത്ത് ഇട്ടെടുത്തിട്ടുണ്ട്. മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശമാണ് ഇപ്പോൾ മുകളിലായിട്ട് വന്നേക്കുന്നത്. രണ്ടിൻ്റെ സെൻറ്റർ ഭാഗം ഒരുപോലെ വരുന്ന രീതിയിൽ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ക്യാൻവാസ് പേപ്പറിൻ്റെയും സെൻറ്റർ ഭാഗത്ത് ഒരു ചെറിയൊരു കട്ടിങ് ഇട്ട് കൊടുക്കണം. അതും നമ്മുടെ നേരത്തെ വെച്ച് മെയിൻ ക്ലോത്തിൻ്റെ സെൻറ്റർ ഭാഗത്തേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുത്ത് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുവാണ്. ഇതിനുശേഷം നമ്മൾ ഈ ക്യാൻവാസ് പേപ്പറിൻ്റെ അരികിലൂടെ, ക്യാൻവാസ് പേപ്പറിലേക്ക് സ്റ്റിച്ച് കൊള്ളരുത്, ക്യാൻവാസ് പേപ്പറിൻ്റെ അരികിലൂടെ ഒന്ന് സ്റ്റിച്ചിട്ടെടുക്കണം. ഇവിടെ നമ്മളിപ്പം ലൈനിങ് ക്ലോത്തും മെയിൻ ക്ലോത്തും അതിൻ്റെ മുകളിലേക്കാണ് ഈ ക്യാൻവാസ് പേപ്പർ വെച്ച് പീസും വെച്ച് കൊടുത്തേക്കുന്നത്. ഇതിൻ്റെ ക്യാൻവാസ് പേപ്പറിൽ സ്റ്റിച്ച് കൊള്ളാതെ അരികിലൂടെ സ്റ്റിച്ചിട്ടെടുക്കണം. അങ്ങനെ നമ്മളിവിടെ ക്യാൻവാസ് പേപ്പറിൻ്റെ അരികിലൂടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ?
ഇതുപോലെയാണ് സ്റ്റിച്ച് ഇട്ടെടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ സ്റ്റിച്ച് ചെയ്തതിന് ചുറ്റും ഒരു 1/4 ഇഞ്ച് നിർത്തി ബാലൻസ് കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. കട്ട് ചെയ്യുമ്പം നമ്മുടെ ക്ലോത്ത് ഒന്നും അവിടേക്ക് കയറി ഇരിപ്പില്ലെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം കട്ട് ചെയ്ത് എടുക്കുക. 1/4 ഇഞ്ച് നിർത്തി ചുറ്റിന് ഇതുപോലെ ആ നെക്കിൻ്റെ ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുവാണ്. ഇനി നമുക്ക് ആ കോൺ ഷേപ്പിൻ്റെ അവിടെയെല്ലാം ചെറിയ ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കാവുന്നതാണ്. സ്റ്റിച്ചിലേക്ക് കൊള്ളാതെ വേണം നമ്മൾ കട്ടിങ് ഇട്ട് കൊടുക്കാനായിട്ട്. കറക്റ്റ് ഷേപ്പിൽ കിട്ടാനായിട്ടാണ് നമ്മൾ ആ കോൺ ഷേപ്പിൻ്റെ അവിടെയെല്ലാം ചെറിയ ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ ക്യാൻവാസ് വെച്ച പീസിനെ സാധാരണ നമ്മൾ ഉള്ളിലേക്ക് ഇതുപോലെ ഇവിടെ ക്യാൻവാസ് വെച്ച പീസ് നമുക്ക് ഇതിനെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം. പതിച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ തയ്യൽ തുമ്പും ക്യാൻവാസ് പീസും ഒരേ വശത്തേക്ക് ഇരിക്കുന്ന രീതിയിൽ ഇതുപോലെ ഈ കണ്ടില്ലേ, ഇവിടുത്തെ തയ്യൽ തുമ്പും ഇങ്ങോട്ടിരിക്കണം, ക്യാൻവാസ് പേപ്പറും അങ്ങോട്ടിരിക്കണം. ക്യാൻവാസ് പേപ്പറിൻ്റെ ആ അരികിലൂടെയാണ് നമ്മൾ സ്റ്റിച്ച് ഇട്ടേക്കുന്നത്. മെയിൻ ക്ലോത്തിലേക്ക് സ്റ്റിച്ച് കൊള്ളരുത്. അങ്ങനെ നമ്മൾ സ്റ്റിച്ച് ഇട്ടെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ ക്യാൻവാസ് പേപ്പർ വെച്ച പീസിനെ ഉള്ളിലേക്കൊന്ന് മറിച്ചിട്ടെടുക്കാം. ഇതുപോലെ കറക്റ്റായിട്ട് ഉള്ളിലേക്ക് മറിച്ചിട്ട് വെച്ചതിന് ശേഷം നെക്കിൻ്റെ അരികിലൂടെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ഹെം ചെയ്തെടുക്കാം. ലൈനിങ് ക്ലോത്തിലേക്ക് ഈ ക്യാൻവാസ് പേപ്പറിൻ്റെ പീസിൻ്റെ ഹെം ചെയ്ത് കൊടുക്കാം. ഹെം ചെയ്യുന്നതിന് പകരമായിട്ട് നമുക്ക് സ്റ്റിച്ച് മെഷീനിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. അതായത് നമ്മൾ ഈ മെയിൻ ക്ലോത്തും ലൈനിങ് ക്ലോത്തും കൂടെ ഇതുപോലെ ഒന്ന് വിടർത്തി ഇട്ടതിന് ശേഷം ലൈനിങ് ക്ലോത്തിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ ക്യാൻവാസ് പേപ്പർ വെച്ച പീസ് ഇതുപോലെ കറക്റ്റായിട്ട് ആ ഷേപ്പിൽ വെച്ച് കൊടുത്ത് സ്റ്റിച്ചിട്ടെടുക്കണം. മെയിൻ ക്ലോത്തിലേക്ക് സ്റ്റിച്ച് കൊള്ളരുത്. രണ്ടും സെപ്പറേറ്റ് ആക്കിയിട്ട് വേണം നമ്മൾ സ്റ്റിച്ചിട്ടെടുക്കാനായിട്ട്. അങ്ങനെ ഞാനിവിടെ സ്റ്റിച്ചിട്ടെടുത്തിട്ടുണ്ട്. ലൈനിങ് ക്ലോത്തിൻ്റെ മുകളിലേക്കാണ് നമ്മൾ ആ ക്യാൻവാസ് പേപ്പർ വെച്ച് പീസ് ചേർത്ത് വെച്ച് സ്റ്റിച്ചിട്ടേക്കുന്നത്. അതിനുശേഷം നമ്മൾ കറക്റ്റായിട്ട് ഉള്ളിലേക്ക് ഒന്ന് ഇട്ടതിന് ശേഷം ഇതുപോലെ ക്യാൻവാസ് പേപ്പർ വെച്ച പീസ് നമ്മൾ ലൈനിങ് ക്ലോത്തിലേക്ക് ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീടാണ് നമ്മൾ നെക്കിൻ്റെ സൈഡിലൂടെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അങ്ങനെ നമ്മളെ ഇവിടെ നെക്കെല്ലാം ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഫൈനൽ ലുക്ക് വരുന്നത്. ഇതുപോലെ വളരെ എളുപ്പത്തിൽ ബിഗിനേഴ്സിന് പോലും ഏത് നെക്ക് വേണമെങ്കിലും ക്യാൻവാസ് പേപ്പറിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. ഉൾവശത്ത് ഇതുപോലെയാണ് വരുന്നത്. നമ്മളിവിടെ ഹെം ചെയ്യുകയല്ല ചെയ്തിട്ടുള്ളത്. പകരം ആ ക്യാൻവാസ് പേപ്പർ വെച്ച പീസ് ലൈനിങ് ക്ലോത്തിലേക്ക് മാത്രമായിട്ട് ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തേക്കുവാണ്. വീഡിയോ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. നമ്മുടെ ചാനലിൽ ചുരിദാറിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഡീറ്റെയിൽഡ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓരോ ചെസ്റ്റ് സൈസിനും അനുസരിച്ചുള്ള ചുരിദാറിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഡീറ്റെയിൽഡ് വീഡിയോ ഉണ്ട്. പാൻറ്റിൻ്റെയും കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഡീറ്റെയിൽഡ് വീഡിയോ ഉണ്ട്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ.